ഹേയ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് കാണിച്ചു തരാം. ഇതിവിടേക്ക് വരുന്ന യാത്രയുടെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് പോയി ചെക്കൗട്ട് ചെയ്യാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. എല്ലാ പാർട്ടിക്കാരും പുറത്തുണ്ട് ഹെൽപ്പ് ഡെസ്കിൻ്റെതായിട്ട്. അപ്പോൾ നമുക്ക് ബ്രോഷറൊക്കെ തന്നിട്ടുണ്ട്, എന്താ ചെയ്യേണ്ട, ആരെയും വിളിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് യൂണിവേഴ്സിറ്റി ചുറ്റിക്കാണാൻ വിചാരിച്ചിട്ട് ഉള്ളിൽ കയറാൻ. എന്തായാലും 10 മണീൻ്റെ അടുത്താവും ഈ അഡ്മിഷനും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. യൂണിവേഴ്സിറ്റിയാണ് ചുറ്റിക്കാണാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 3-4 കിലോമീറ്റർ നടക്കേണ്ടി വരും. നടക്കാൻ നമുക്കൊരു പുത്തിരിയല്ലല്ലോ. പക്ഷേ അതിന് മുന്നേ മെയിനായിട്ട് ചായ കുടിക്കണം. ചായ ഞങ്ങൾ കുടിച്ചിട്ടില്ല, വിശക്കുന്നുണ്ട്. ഇവിടെ ചായപ്പീടി തുറക്കാൻ വരെ 9 മണിയാവുന്നാണ് പറയുന്നത്. നടക്കട്ടെ ഗൈസ്, യൂണിവേഴ്സിറ്റി നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തെത്തി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ കാലിക്കറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ലാന്നാണ് ഞാൻ എന്തായാലും കാണിച്ചു തരാം. കയറുമ്പോൾ തന്നെ 2 ഭാഗത്തും വലിയ മരത്താൽ ചുറ്റപ്പെട്ടതാണ് നമ്മളെ യൂണിവേഴ്സിറ്റീൻ്റെ സ്റ്റേഡിയം എന്ന് പറയുന്നത്. പക്ഷേ വരണ്ടടക്കുന്നുണ്ട്, ഇവിടെ സീസണല്ല എന്നാണ് പറഞ്ഞത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ സ്റ്റേഡിയത്തിൻ്റെ വിഷ്വൽസ് ഞാൻ ചിലപ്പോൾ എഴുതിയിട്ടിട്ടുണ്ട് യൂട്യൂബിൽ, അത് നിങ്ങൾ കയറി വെക്കുക. അതിനുശേഷം നമ്മളെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റേഡിയം നോക്കുക. ഞാനപ്പോൾ കാണിച്ചു തരാം അങ്ങനെ ഉണ്ട് എന്നുള്ളത്. എനിക്കും ഒരു സിന്തറ്റിക് ട്രാക്ക് പോലും ഇല്ല ഗൈസ്, ബേബി മെറ്റൽ ഇട്ട ട്രാക്ക്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സ്റ്റേഡിയം എത്രയോ നല്ലതാണ്. ഇവിടെ ഫിറ്റ്നസ് ഫിസിക് അല്ലെ ഫിറ്റ്നസ് ഫ്രീക്കായ ആൾക്കാരൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ആകെ ഒരു കുട്ടിയോട് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിനേക്കാളും കൂടുതൽ ഗേൾസും ബോയ്സും ഹോസ്റ്റലാണ്. ഒരു ഭാഗം മൊത്തം ഹോസ്റ്റലാണ്, ഒരു 5-8 ഹോസ്റ്റലുണ്ടാവും അവിടെ. ഇതൊക്കെ ഹോസ്റ്റലാണ്. ഇതൊക്കെ കാണുന്നത് ഹോസ്റ്റലാണ്. ഗേൾസ് ഹോസ്റ്റൽ കഴിഞ്ഞു പോയി, പിന്നെ അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് എടുത്തുതരാം, എന്തായാലും എടുത്ത് കാണിക്കണം. നമ്മൾ യൂണിവേഴ്സിറ്റി മൊത്തം നമ്മൾ കാണിക്കും. മാപ്പ് ഓട്ടറാ. ഇത് നോക്കിയിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നും മനസ്സിലാകുന്നില്ല. അടുത്ത ഹോസ്റ്റലാണ്, ബോയ്സ് ഹോസ്റ്റലാണ് ഇതൊക്കെ. അതല്ലാണ്ട് വേറൊരു മെയിൻ സംഭവം കണ്ടത് ഗായ്സ്, യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ ഒരു അമ്പലമുണ്ട്. വേറെ എവിടെയും ഇങ്ങനെ കണ്ടിട്ടില്ല. ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം ഇങ്ങനെ കാണുന്നത്. നമ്മൾ പോയിട്ടായിരിക്കാം ചിലരെ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരുപാട് നടന്നു ഗായ്സ്. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എത്തിയിരിക്കുന്നു. ഇവിടുന്ന് ഇനി ലൈവായി തുടങ്ങിയിട്ടുണ്ട്. ശരിയാ, വളരെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. ക്യാമ്പസ് ഇപ്പോഴാണ് ഒന്ന് ലൈവായി തുടങ്ങിയത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പുതിയ ബിൽഡിംഗ് ആണ് തോന്നുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോഴാണ് നമുക്ക് സെക്കൻഡറി ആണ് MBAൻ്റെ സ്ഥലം. അവിടെ കുറേ MBA വരുന്നത്. MBAക്ക് നല്ല തിരക്കുണ്ട്. സ്പോട്ടിന് കുറേ ആൾക്കാരുണ്ട് ഇവിടെ. പക്ഷേ മാക്സിമം നമ്മളത്ര തിരക്ക് കണ്ടിട്ടില്ല. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങോട്ടായിരുന്നു. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ പാടാണ് നമ്മളെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിൻ്റെ സെൻട്രലിൽ വരുന്നൊരു എന്താ ഓൾ ഇൻ സംഭവം കിട്ടുന്ന സ്ഥലമാണ്. കാരണം ചായ കിട്ടും, ജ്യൂസ് കിട്ടും, എണ്ണക്കടികൾ കിട്ടും, സിറോസ് കോപ്പി എടുക്കണേ അതുണ്ട്. അങ്ങനെ പല സംഭവമുണ്ട്. ഞങ്ങളവിടുന്ന് 2 ജ്യൂസ് വാങ്ങിക്കൊടുത്തു രാവിലെ തന്നെ. ജ്യൂസ് കിട്ടിയതിന് ശേഷം ഞങ്ങൾ എണ്ണക്കടി വാങ്ങാൻ വേണ്ടിയിട്ട് എണ്ണക്കടി കൊടുക്കുന്ന പീടികയിലേക്ക് പോയതാണ്. ആദ്യം ഏറ്റവും കൂടുതൽ തിരക്കുള്ളത്. ആൾക്കാരുടെ ഇടയിൽ കൂടി പിടിച്ച് പോയിട്ട് 2 ഉഴുന്ന് വട വാങ്ങാൻ വിചാരിച്ചു ഞങ്ങൾ. നമ്മൾ സെമിനാറുകളാണുള്ളത്. ഇതാണ് മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സെമിനാറുകൾ. ഇവിടെ നിന്നാണ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ സ്പോട്ട് നോക്കുന്നത്. വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നോക്കട്ടെ കിട്ടുമല്ലേ അതുണ്ട്. നല്ല വെയിലാണ്, ചൂട്
അഡ്മിഷൻ്റെ കാര്യം 1.5 അവർ റെഡിയാവും. അപ്പോൾ അതുവരെ വെയിറ്റ് ആകണം, എന്നാലേ ബാക്കി കാര്യങ്ങൾ അറിയാറ്റുള്ളൂ. നല്ല ചൂടുണ്ട്, നാട്ടിൽ ഉരുൾപൊട്ടലാണ്, മഴയാണ്, ഇതൊക്കെ ആയിട്ട് ഇവിടെ ചൂടെടുത്ത് ചാവാണ്. കൊൽക്കത്ത നിന്നുണ്ട് നമ്മളെ അവിടെ നിന്ന് ചൂടെടുക്കാണ്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങിയിട്ട് ലഞ്ച് കഴിക്കാൻ വിചാരിച്ച്. അങ്ങനെ ഒരു അവിടെ മലയാളി ഹോട്ടലിലേക്കാണ് പോയത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു ഷാർപ്പ് ബിരിയാണി കിട്ടി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 100 രൂപ ഓർത്ത് വരുന്നുള്ളൂ. നേരെ യൂണിവേഴ്സിൻ്റെ ഓപ്പോസിറ്റാണ് വരുന്നത് ഈ ഷോപ്പ്. സ്പൈസ് ഹട്ട് എന്നിട്ടാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ യൂണിവേഴ്സിറ്റി എത്തിയതിന് ശേഷം പിന്നെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി ചുറ്റി കാണാൻ വിചാരിച്ചിട്ടാണ് കമ്പനിക്കാരനെ വണ്ടി എടുത്തിട്ട് യൂണിവേഴ്സിറ്റി കാണാൻ പോയി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി റെഡിക്കും 1000 ഏക്കറിലാണ് വരുന്നത്. അത്രയും വലിയ യൂണിവേഴ്സിറ്റിയാണ്. പോണ്ടിച്ചേരി എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറിയിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള മാഹി ആയാലും ആൻഡമാൻ നിക്കോബാർ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി വരുന്ന സ്ഥലങ്ങളിൽ ഇവർ അഫിലിയേറ്റഡ് കോളേജുകളുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെന്നെത്തുന്നതാണ് ഇവിടുത്തെ വേറൊരു മെയിൻ സ്ഥലം SJ എന്ന് പറയുന്നത്. ഇതൊരു മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആണ് ഇവിടുത്തെ. അങ്ങനെയല്ല, ഇവിടെ എല്ലാ സ്ഥലവും ഭയങ്കര ഹാപ്പനിങ് ആണ്, അടിപൊളി ക്യാമ്പസാണ്. പിന്നെ ഈ കാണുന്നതാണ് സോഷ്യൽ സയൻസിൻ്റെ, ഹ്യൂമാനിറ്റീസിൻ്റെ, പിന്നെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു ചോട് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്ന ഒരു ഇതാണ്. ഒരു കോളേജ് മാതിരി തന്നെയാണ്. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഓരോന്നായിട്ടാണ് വിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഒരുമിച്ച് വരുന്നൊരു സ്ഥലമാണ്. ഇതൊരു വേറെ വൈബ് സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും അടിപൊളിയാണ്. അപ്പം നമുക്ക് ഇവിടെ വന്നാലേ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ആരെങ്കിലും PG എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളെ നാട്ടിലുള്ള താല്പര്യമുള്ളൂ കേട്ടോ, നാട്ടിലുള്ള അങ്ങനത്തെ ചെറിയ ചെറിയ ക്യാമ്പസുകളിൽ പോയി PG പഠിക്കാണ്ടെങ്കിൽ അത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വന്ന് പഠിക്കാനാണ് നോക്കേണ്ടത്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പുറത്തുള്ള രാജ്യങ്ങളിലുള്ള ആൾക്കാർ വന്നിട്ട് റിസർച്ച് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഈ കാണുന്ന രാജ്യത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. ഇത്രയും കണ്ടിട്ട് ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഫുള്ള് കാണാൻ പറ്റില്ല. തിരിച്ച് റൂമിൽ വന്ന് ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീച്ച് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിച്ച് പുറത്ത് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്ന് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അത് വന്ന് യൂണിവേഴ്സിറ്റിയിലെ ബാക്കി കൂടി സ്ഥലങ്ങൾ കാണാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങി. ഇത് ഹോസ്റ്റലിനുള്ള വ്യൂ ആണിത്. ഇത് ബോയ്സ് ഹോസ്റ്റലാണ്. വേറൊരു മെയിൻ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ബോയ്സിനും പിന്നെ ഗേൾസിനും അവിടെ സെപ്പറേറ്റ് ജിമ്മുണ്ട്. അതും കൂടാനിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട ആൾക്കാർക്ക് ഓരോരോ ഹോസ്റ്റലിൻ്റെ മുന്നിൽ ഓർക്ക് പുള്ളപ്പ് ബാറും ഡിപ്സ് ബാറും എല്ലാം വെച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. പിന്നെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി യൂണിവേഴ്സിറ്റി ബാക്കി കൂടി ഇങ്ങനെ നടന്ന് കാണാൻ വിചാരിച്ച് പോയി. യൂണിവേഴ്സിറ്റി നടന്നാലും തീരൂല, അത്രയുണ്ട് ദൂരം. ഞങ്ങൾ ഒരുവിധം എല്ലാം നടന്ന് കവർ ചെയ്ത് കണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ആണ്, ഒരു സ്ഥലത്ത് ഒരു കച്ചറ ഉണ്ടാവില്ല. ഫുള്ള് വൃത്തിയാക്കി നീറ്റാക്കിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. എവിടെ നോക്കിയാലും ഭയങ്കര വൃത്തിയായിരിക്കും. അത്രയും പണിക്കാരുണ്ട് അവിടെ, അത്രയും സെക്യൂരിറ്റീസ് ഉണ്ട് നോക്കാനും ഉണ്ടാക്കാനും ഒക്കെ. വളരെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. നേരത്തെ നമ്മൾ കാണിച്ച ഇവിടുത്തെ ഫുട്ബോൾ സ്റ്റേഡിയം ആയിരുന്നു. ഇതാണ് ഇവിടുത്തെ ക്രിക്കറ്റ് സ്റ്റേഡിയം. അപ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനുള്ളിൽ ഞങ്ങൾ കയറിയില്ല, മെല്ലെ പുറത്തു കൂടി കണ്ട് നടന്ന്. പിന്നെ ഇവിടെ ഒരു ചോട് നായ്ക്കളുണ്ട്. ഓരോ നായ്ക്കൾ ഓരോ ടെറിട്ടറിയാണ് ഇവിടെ. അതിൻ്റെ അപ്പുറം വന്നാൽ ഫുള്ള് പരിപാടിയാക്കി പോലെ കുറേയും പിടിയും ഇതൊക്കെ ആയിട്ട്. ചൂട് കുമ്പലും കുറച്ച് കൂടുതൽ നമ്മളിവിടെ നാട്ടിലേക്കാളും അടുത്തൊരു സീനുണ്ട്. പക്ഷെ അതിവിടുത്തെ സീസൺ അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇവിടെ സെപ്റ്റംബർ ഒക്കെ ആയാലാണ് മഴയും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഇവിടെ ചൂട് തന്നെയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു ക്ലൈമറ്റ് ആയി. പക്ഷേ ക്യാമ്പസിനുള്ളിൽ വേറെ വ്യൂ തന്നെ കേട്ടോ. ഇത് പോണ്ടിച്ചേരിയിലെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അത് കാണാൻ വിചാരിച്ച് പോവാണ്. ഫ്രഞ്ചിൻ്റെ ഏരിയ ആണെന്ന് തോന്നുന്നത് മൊത്തം. കുറച്ച് ഫ്രഞ്ച് കോളനി ഉണ്ട് അവിടെ, പിന്നെ കുറച്ച് ബീച്ചുണ്ട്, അങ്ങനെ സ്ഥലങ്ങളേ ഉള്ളൂ. വലിയ നമ്മൾ പുറത്ത് പറഞ്ഞു വെക്കുന്നൊരു വലിയ ഹൈപ്പുള്ള സ്ഥലമൊന്നുമില്ല. പിന്നെ കുറച്ച് പബ്ബുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണിച്ചിട്ട് ബാക്കിയല്ലോ. അപ്പോൾ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഒരു ദിവസം ഇവിടെ അടിപൊളിയാക്കി സ്റ്റേ ചെയ്ത്
നൈസ് വൈബാട്ടോ യൂണിവേഴ്സിറ്റി. നമ്മൾ വിചാരിച്ചാരില്ല, ഞങ്ങൾ ആദ്യം വന്നേരം കണ്ടത് വിചാരിച്ച് ഞങ്ങൾക്ക് വലിയൊരു മൂഡ് ഫീൽ ചെയ്തില്ല അവിടെ വന്ന. അതായത് വലിയ ക്യാമ്പസൊക്കെ, പക്ഷെ എന്തോ ഒരു ഓളില്ലാത്ത പോലെ. പക്ഷേ ഈ ഹോസ്റ്റലിൽ നിന്നേരാണ് ആ ഒരു വൈബ് കിട്ടിയത് അല്ലേ. നല്ല അടിപൊളി. ഇവിടെ PG ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ക്യാമ്പസിൽ വന്ന് എടുക്കണം. അല്ലാതെ നമ്മുടെ നാട്ടിലുള്ള ഓരോരു ചെറിയൊരു കോളേജിൽ പോയിട്ട് PG എടുത്തിട്ട് ലൈഫ് വെറുതെ വേസ്റ്റ് ആക്കുന്നത് നല്ലതാണ്. ഇങ്ങനത്തെ ക്യാമ്പസിൽ വന്നിട്ട് ഇവിടെ ആകുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാരുണ്ട് ഇവിടെ. ഭയങ്കര എക്സ്പോഷർ കിട്ടും നമുക്ക് ഇന്ത്യയായിട്ട്. എത്ര ഡിപ്പാർട്ട്മെൻറ്റ്, അത്രയും ഭാഗത്തു നിന്നുള്ള കുട്ടികൾ, ഭയങ്കര വൈബാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ ഗേറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പോണ്ടിച്ചേരിക്കുള്ള ബസ് കയറണം. അതിൻ്റെ മുന്നേ അജന്താറ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഫ്രഞ്ച് കോളനി ഉണ്ട്, ആദ്യം ഫ്രഞ്ച് കോളനിലേക്ക് പോകണം. അങ്ങനെ ആദ്യം ഫ്രഞ്ച് കോളനി കണ്ടിട്ട് റോക്ക് ബീച്ച് ഉണ്ട്, കുറച്ച് സ്ഥലങ്ങളുണ്ട് പോണ്ടിച്ചേരി, അത് കാണാം. അപ്പോൾ